പ്രതിരോധ രംഗത്ത് അനുദിനം പുതിയ പരീക്ഷണങ്ങൾ വിജയകരമായി മുന്നേറുകയാണ് ഇന്ത്യ. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ ഏതു തരത്തിലുള്ള വെല്ലുവിളികളും നേരിടാൻ ഇന്ന് ഇന്ത്യ പ്രാപ്തമായി കഴിഞ്ഞു. അടിക്ക് തിരിച്ചടി എന്ന ഇന്ത്യയുടെ പുതിയ നയം കാരണം ഇന്ത്യക്ക് നേരെ തിരിയുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാനും ചൈനയുമൊക്കെ 2 വട്ടം ആലോചിച്ചിട്ടേ ഇറങ്ങാറുള്ളൂ. കാരണം പ്രതിരോധ ആയുധ രംഗത്ത് മറ്റു രാജ്യങ്ങളൊക്കെ കടത്തിവെട്ടി ബഹുദൂരം മുന്നിലായി കഴിഞ്ഞു ഇന്ത്യ. ഇപ്പോഴിതാ പ്രതിരോധ രംഗത്ത് മറ്റൊരു നിർണായക നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് DRDO. ന്യൂക്ലിയർ കേബിൾ ബാലിസ്റ്റിക് മിസൈലായ പൃഥ്വി 2-ന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയാണ് DRDO പൃഥ്വി 2-ന് രൂപം നൽകിയത്. രാത്രികാലങ്ങളിൽ പ്രയോഗിക്കാവുന്ന മിസൈലുകളാണിത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു പൃഥ്വി 2-ന്റെ പരീക്ഷണം. ഒഡീഷയിലെ കേന്ദ്രത്തിൽ നിന്നും രാത്രി 7:46 കൂടിയായിരുന്നു പരീക്ഷണം. ഇതിൽ മിസൈൽ ലക്ഷ്യം കൃത്യമായി ഭേദിച്ച് കരുത്തു തെളിയിക്കുകയും ചെയ്തു. വിവിധ സാഹചര്യത്തിൽ മിസൈൽ എങ്ങനെ കരുത്തു കാണിക്കുന്നുവെന്ന് തിരിച്ചറിയുന്നതിനുള്ള പരീക്ഷണമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നടന്നത്. ഇതോടെ രാത്രികാലങ്ങളിൽ മിസൈലുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുവെന്നും ഉറപ്പായി കഴിഞ്ഞു. സിംഗിൾ സ്റ്റേജ് ലിക്വിഡ് ഫ്യൂവൽഡ് മിസൈൽ ആണ് പൃഥ്വി 2. 350 കിലോമീറ്ററാണ് ഈ മിസൈലുകളുടെ ദൂരപരിധി. ആണവ പോർമുനകൾ ഉൾപ്പെടെ വഹിക്കാനുള്ള ശേഷിയാണ് പൃഥ്വി 2-ന്റെ പ്രധാന സവിശേഷത. അതുകൊണ്ട് തന്നെ നിർണായക സൈനിക നീക്കത്തിൽ ഈ മിസൈൽ ഇന്ത്യൻ സേനയ്ക്ക് മുതൽക്കൂട്ടാകും. 500 മുതൽ 1000 കിലോ വരെ പേലോഡ് വഹിക്കാനുള്ള ശേഷി മിസൈലിനുണ്ട്. ഉടൻ തന്നെ ഇവ സേനയുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.